എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മഹേഷ് ചാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Swords, Moon cards, Two of Wands, Three of Wands, Death card, and Eight of Cups energy. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ 5 of Wands എനർജിയാണ്. മറ്റുള്ളവരെ നിങ്ങളെ മുതലെടുക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ മാസം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നോ പറയാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നോ പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ചോദിച്ചാലും ഇപ്പോൾ സുഹൃത്തുക്കളും മറ്റാളുകൾക്ക് എല്ലാത്തിനും നിങ്ങൾ യെസ് ആണ്. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ കൂടുതലുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ നോ പറയുന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ജസ്റ്റ് പ്രാക്ടിക്കലായിട്ട് മാത്രം ചിന്തിക്കുക. അതായത് ഒരാൾ ചോദിക്കുന്നു ഇന്നൊരു കാര്യം, നിങ്ങൾക്ക് ഇന്ന ദിവസം എന്താണ് ചെയ്യുന്നത്, ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളന്ന് ഫ്രീ അല്ല എങ്കിൽ കൃത്യമായിട്ട് അത് തന്നെ പറയുക. അയ്യോ, അന്ന് എനിക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, അന്ന് ഫ്രീ അല്ല എന്നുള്ളത്. അത് പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തികൾ നിങ്ങൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ അവർക്ക് പ്രാധാന്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ അവർ പറയും അതൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമോ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവരത് പറയുമ്പോൾ അവരത് നിസ്സാരവൽക്കരിച്ച് കളയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെയാണ്. അവർക്കത് ആവശ്യം വലുതല്ലായിരിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് വലുതാണ് എങ്കിൽ അയ്യോ അത് പറ്റില്ല, വളരെ കുറേ നാളുകളായിട്ട്, അല്ലെങ്കിൽ അത് അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും സൗമ്യമായിട്ട് തന്നെ പറയുക, പക്ഷേ നോ പറയുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യവും ഈ ഒരു ജനുവരി മാസത്തിൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതുപോലുള്ള ആളുകൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടി നടക്കുകയായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യുന്നുണ്ടാവില്ല. അതേപോലെ വിവാഹ ജീവിതത്തിലായിക്കോട്ടെ, ചില ഫ്രണ്ട്ഷിപ്പിലും നിങ്ങൾ ഈക്വൽ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നുണ്ടാവില്ല. മറിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവായിരിക്കാം, ഏതെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധവുമാവാം. ആ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള കൈകടത്തലുകൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അബ്യൂസ്, അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അതറിയില്ല, ഞാനാണത് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി തവണ നിങ്ങൾ പറഞ്ഞിട്ട് അവരെ കേൾക്കാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തി സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ അതങ്ങനെയല്ല, ഞാൻ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്തോളാം എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ തുറന്നു പറയുന്നില്ല എങ്കിൽ അവരൊരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു നാണക്കേട് അവർക്ക് നൽകണ്ട എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു നാണക്കേട് നൽകാൻ അവർക്കൊരു മടിയുമില്ല. നിങ്ങൾ ഒത്തിരി തവണ പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ ലാസ്റ്റ് സ്ട്രോ തീർച്ചയായിട്ടും എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയാം. പിന്നെ ഒരിക്കലും അത് അവർ ആവർത്തിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളെ സംബന്ധിച്ച് 3 എനർജിയാണ്. ക്ലാരിറ്റി ഇല്ലായ്മയാണ്. ഒത്തിരി കാര്യങ്ങളിൽ വ്യക്തതയില്ലായ്മ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് വ്യക്തതയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വ്യക്തതയുണ്ട് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവിൽ, അല്ലെങ്കിൽ അത് ശരിയാണോ, അല്ലെങ്കിൽ അതങ്ങനെയല്ല, പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പൂർണ്ണ ചന്ദ്രൻ്റേതായിട്ടുള്ളൊരു തെളിമയും വെളിച്ചവും നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ നിങ്ങൾ കാണേണ്ടത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ്. അപ്പോൾ കണ്ടില്ല എന്ന് നടിക്കാതിരിക്കുക. നിങ്ങളുടെ മുമ്പിലുള്ളത് എന്താണോ അതാണ് സത്യം. അത് വ്യക്തമായിട്ട് നിങ്ങൾ കാണാതെ അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോന്നും നമുക്ക് എടുത്ത് പറയാനിവിടെ ആവില്ല. അതുകൊണ്ട് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്.
അപ്പോൾ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഒരു സ്റ്റുഡൻറ്റ് കൗൺസിലറോ അതുപോലത്തെ ഒരു രീതിയിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങളും എടുക്കുക, എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്. അത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. 2 ഓഫ് ഫോൺസ് എനർജിയാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യമുണ്ട്. എഡ്യൂക്കേഷണൽ ലോണിനെ വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷണൽ ലോൺ കാര്യങ്ങൾ പാസ്സാവുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള ഒരു കാര്യം. എന്തോ കുറേ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, പേപ്പർ വർക്ക്, സർക്കാർ ഓഫീസ് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ചില പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ കാര്യങ്ങൾ വരണമെന്നില്ല. അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലേക്കാളും മെച്ചം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടും. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മെച്ചമായിട്ടാണത് വന്നത്, നമുക്കത് പിന്നീടായിരിക്കും മനസ്സിലാവുക. അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ സംഭവ്യമാകുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുത്തേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വരുത്തേണ്ടി വരുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുന്നത് എന്താ, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല, ഇനി അത് മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ആ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വിവാഹിതരായിട്ടുള്ളവരായിരിക്കും, കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. ഹസ്ബൻഡ് ഒരു സ്ഥലത്ത്, വൈഫ് ഒരു സ്ഥലത്ത്, കുട്ടികൾ വേറൊരു സ്ഥലത്ത്. അതല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഒരു സ്ഥലത്ത്, കുട്ടികൾ വേറെ സ്ഥലത്ത്, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻ ആവും. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അതായത് എല്ലാവരും ഫാമിലിയായിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന അവസരത്തിലേക്ക് ഉള്ളൊരു കാര്യം റെഡി ആവുന്നുണ്ട് ഈ ഒരു മാസം. അപ്പോൾ അതിൻ്റെ ഒത്തിരി വലിയൊരു സന്തോഷം നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് ഫോൺസ് എനർജിയാണ്. ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു മാസമാണ്. പുതിയ ജോലി ലഭിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ഉണ്ടെങ്കിലും സർക്കാർ ജോലി തന്നെ വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരുന്നുണ്ട്. മത്സര പരീക്ഷകൾ കാര്യങ്ങൾ, റാങ്ക് ലിസ്റ്റിൽ വരുന്നത് പോലത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നൊരു സമയമാണ്. അതേപോലെ ഇപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ പ്രൊമോഷൻ ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ബാങ്കിലൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് അതിനൊക്കെ ഉള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്ന കാര്യം, ഇനി അത് നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യം അത് നടക്കുന്നുണ്ട്. വളരെ അത്ഭുതകരമായിട്ട് അത് എന്തോ മിസ്റ്റേക്ക് പറ്റിയത് അത് തിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി, പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങളൊക്കെയാണ് വരുന്നത്. സന്തോഷം തരുന്ന കാര്യം തന്നെ. നെക്സ്റ്റ് ഡെത്ത് കാർഡാണ്. കുട്ടികൾ, അതായത് സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജിയാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തൊക്കെ ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് പോയി പഠിക്കാനുള്ള അവസരം ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്ത്, വിദേശത്ത് പഠിക്കുന്നവരാണെങ്കിലും ഇതേ ഒരു എനർജി തന്നെയാണ്. വിദേശത്ത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി പഠിക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ളൊരു മാറ്റം, ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരിടത്തേക്ക് ചേക്കേറി പാർക്ക്, ഈ ഇപ്പോൾ ഉള്ള ജോലിയിൽ വെച്ച് നോക്കുമ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകൾ, ദുബായ് രാജ്യങ്ങൾ, അതായത് അറബ് കൺട്രീസിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളുടെയും പര്യവസാനം, പുതിയ നിയമങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 8 ഓഫ് കപ്സ് എനർജിയാണ്. അതും ഈ വിദേശത്തെ ഒരു എനർജി, ഇൻ്റർനാഷണൽ എനർജി സ്ട്രോങ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കണക്ഷൻ ഉള്ളവരെ സംബന്ധിച്ച്, അപ്പോൾ സ്ഥിരമായിട്ടോ ഒക്കെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി തൃപ്തി തരുന്ന ഒരു സമയമാണ്. അതേപോലെ ചില ആളുകൾ മടക്കയാത്ര കാണിക്കുന്നത്, വിദേശത്തുള്ള ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, അവിടുത്തെ എല്ലാം സെറ്റിൽ ചെയ്ത് ടോട്ടലി നാട്ടിലേക്ക് ഫൈനലി തിരിച്ചു വരുന്നതിൻ്റെ ഒരു സന്തോഷവും തൃപ്തിയൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാവും. അപ്പോൾ നീണ്ടു പോയി ഫൈനലി അവസാനം നാട്ടിലേക്ക് തിരിച്ചു വരാൻ എല്ലാം റെഡിയായി. അതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് സ്കൂൾ കോളേജ് റിയൂണിയൻ കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിലുണ്ട്. അപ്പോൾ
പാസ്റ്റ് അതായത് കഴിഞ്ഞുപോയ ഓർമ്മകളുടെ ഒരു സന്തോഷവും ഒക്കെയാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.